നമസ്കാരം. ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയും ചേരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ആധാർ മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് 3 ദിവസം റേഷൻ വിതരണം ഉണ്ടാകില്ല. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് റേഷൻ വിതരണം നിർത്തിവെച്ചത്. ഈ ദിവസങ്ങളിൽ ഉപഭോക്താക്കൾക്ക് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്താം. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ഇടവേളകൾ ഇല്ലാതെ റേഷൻ കടകൾ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം. എന്നാൽ തീരുമാനത്തിനെതിരെ റേഷൻ വ്യാപാരികൾ രംഗത്തെത്തി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഇടതടവില്ലാതെ ഈ റംസാൻ മാസത്തിൽ ഇത് ചെയ്യണമെന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ല. ഈ മിഷന്റെ അടുത്ത് വേറൊരാളെ ഇരുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതൊക്കെ അറിയുന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഉത്തരവിറക്കുന്ന ഒരു ശരിയായ നിലപാടല്ല. ഇതിന് വരേണ്ടത് മനുഷ്യന്മാരാണ്. അവർ ഈ ചൂടത്ത് വരുമോ? ഈ ചൂടത്ത് പുറത്തിറങ്ങാൻ പാടില്ല. അതിയാദ്യം ചൂടാണ്, 42 ഡിഗ്രി ചൂടുള്ള സമയമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ഉത്തരവ് വളരെ വേദനാജനകമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഏത് സാഹചര്യത്തിലാണ് ഇടവേളകൾ ഇല്ലാതെ റേഷൻ കടകൾ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്? വിവരങ്ങൾ. പ്രവിത, കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളും ഈ പോസ്റ്റ് മെഷീൻ വഴി ആധാർ മസ്റ്ററിംഗ് നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാർച്ച് 31, അതായത് ഈ മാസം 31 അതിനായിട്ടുള്ള അവസാന തീയതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ 3 ദിവസം, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ആധാർ മസ്റ്ററിംഗ് നടത്തണമെന്ന ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള സമയങ്ങളിൽ തുടർച്ചയായി ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ 3 ദിവസത്തിനുള്ളിൽ പരമാവധി ആളുകളുടെ മസ്റ്ററിംഗ് നടത്താനാണ് ഇത്തരത്തിൽ ഇടവേളകളില്ലാതെ ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ റേഷൻ കട വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുള്ളത്. തുടർച്ചയായി പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഒന്നെങ്കിൽ രാവിലെ 8 മണി മുതൽ ഉച്ചവരെയും തുടർന്ന് വൈകിട്ട് 3 മണി മുതൽ 7 മണി വരെയും പ്രവർത്തിക്കുന്ന തരത്തിൽ ഈ സമയം പുനഃക്രമീകരിക്കണമെന്ന ആവശ്യമാണ് റേഷൻ കട വ്യാപാരികൾ പറയുന്നത്. അതോടൊപ്പം ഈ ദിവസങ്ങളിൽ റേഷൻ കടകൾ പ്രവർത്തിക്കില്ല. അതോടൊപ്പം റേഷൻ ധാന്യങ്ങൾ റേഷൻ കടകൾ വഴി ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യില്ല എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ 3 ദിവസത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർണ്ണമായും നടത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ മസ്റ്ററിംഗും റേഷൻ ധാന്യങ്ങളുടെ വിതരണവും ഒന്നിച്ച് നടത്താൻ ശ്രമിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ പോസ്റ്റ് മെഷീൻ തകരാറിലാവുകയും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റ് മസ്റ്ററിംഗ് ഇപ്പോഴും അല്ലാത്ത സമയങ്ങളിൽ റേഷൻ ധാന്യങ്ങളുടെ വിതരണവും നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും റേഷൻ കട വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇക്കാര്യങ്ങളിൽ മാറ്റം, അതായത് ഈ മസ്റ്ററിംഗ് നടത്തുന്ന സമയത്തിൽ മറ്റ് മാറ്റങ്ങൾ വരുമോ എന്ന കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ അന്തിമ തീരുമാനം അറിയാൻ സാധിക്കും. പ്രവിത. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ CPI സുപ്രീം കോടതിയെ സമീപിച്ചു. നിയമം ഭരണഘടനയ്ക്കും മതേതര തത്വങ്ങൾക്കും എതിരാണെന്നും നിയമം സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ CPI ചൂണ്ടിക്കാട്ടുന്നത്? പ്രവിത, നടപ്പാക്കിയ നിയമം ചോദ്യം ചെയ്താണ് ഇപ്പോൾ CPI സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവും CPI സംസ്ഥാന സെക്രട്ടറിയുമായ ബിനോയ് വിശ്വമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി അത് ഭരണഘടനയ്ക്കും മതേതര തത്വങ്ങൾക്കും എതിരാണെന്നും നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് ഇപ്പോൾ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ഭയാനകമായ നിയമമാണ് സർക്കാർ നടപ്പാക്കിയതെന്നും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഈ നിയമത്തിനെതിരെ ലീഗും അതോടൊപ്പം തന്നെ DYFI കൂടാതെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരും ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഹർജികൾ ഇപ്പോൾ ഈ നിയമത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ നിയമവുമായി മുന്നോട്ട് പോകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നിയമപരമായ നടപടിയിലേക്കും പ്രതിപക്ഷം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ CPI കൂടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശരി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ CPIയും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ ജ്വല്ലറിയിൽ കവർച്ചാശ്രമത്തിനിടെ വെടിവെപ്പ്. ബൈക്കിലെത്തിയ 4 അംഗ സംഘമാണ് ജ്വല്ലറി ഉടമയ്ക്കും ജീവനക്കാർക്കുമെതിരെ വെടിയുതിർത്തത്. 2 ജീവനക്കാർക്ക് പരുക്കേറ്റു. മനീഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഈ പരുക്കേറ്റ ജീവനക്കാരുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ സംഭവം എങ്ങനെയായിരുന്നു? എന്താണ് ദൃക്സാക്ഷികൾ പറയുന്നത്?
പ്രവിത, ഉച്ചയ്ക്ക് രാവിലെ 11:30 മണിയോടുകൂടി നഗരത്തിലെ തന്നെയുള്ള കൊടികേഹള്ളി ദേവി നഗറിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 4 ബൈക്കിലെത്തിയ രണ്ട് ബൈക്കുകളിലായി എത്തിയ 4-അംഗ സംഘമാണ് ഈ കടയിലെത്തുകയും അവിടെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ആ രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ നിലവിൽ മുൻപോട്ട് പോവുകയും ചെയ്യുന്നത്. പക്ഷേ മറ്റേതെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. അങ്ങനെ ഇവർ പണം ആവശ്യപ്പെടുന്നു, ജ്വല്ലറി ഉടമ അത് നൽകാതിരിക്കുന്നു, അതിന് തടസ്സം നിൽക്കുന്നു. അങ്ങനെയാണ് അവിടെ വെടിവെപ്പ് ഉണ്ടായത്. 3 റൗണ്ട് വെടിവെച്ചു എന്നുള്ളതാണ് ദൃക്സാക്ഷി ലഭിക്കുന്ന വിവരങ്ങൾ. എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നഗരത്തിലാണ് പട്ടാപ്പകലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഇതൊരു കവർച്ചാശ്രമം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അക്രമികൾ ബൈക്കിൽ കയറി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റു രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊട്ടേഷൻ ഏർപ്പാടാണോ, കൊട്ടേഷൻ സംഘത്തിൻ്റെ ആക്രമണമാണോ എന്നുള്ളതും പോലീസ് എന്തായാലും അന്വേഷിക്കുന്നു. കാരണം ബിസിനസ് കച്ചവട രംഗത്തുള്ള തർക്കങ്ങൾ ഇതെല്ലാം തന്നെ, ഈ സാധ്യതകളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും 2 പേർക്കാണ് ഇതിൽ ഈ ഒരു ആക്രമണത്തിൽ വെടിവയ്പ്പിൽ പരിക്കേറ്റിട്ടുള്ളത്. 2 പേരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രവിത. ശരി, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. കേരള സർവകലാശാല കലോത്സവ കോഴക്കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി. കേസിലെ 1-ാം പ്രതി ആത്മഹത്യ ചെയ്തുവെന്നും സമാനമായ അവസ്ഥയിലാണെന്നും ഹർജിക്കാർ വാദിച്ചു. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഏത് സാഹചര്യത്തിലാണ് ഈ കോഴക്കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുന്നത്? പ്രവിധ, 2 പേരാണ്, നൃത്യാധ്യാപകരായ 2 പേരാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന്റെ വാദമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. ഏറ്റവും പ്രധാനമായി ഇതിൽ 1-ാം പ്രതി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് പ്രതികൾ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. അതിന് പിന്നാലെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. 1-ാം പ്രതി ആത്മഹത്യ ചെയ്ത അതേ അവസ്ഥയിൽ തന്നെയാണ് തങ്ങളും ഉള്ളത് എന്ന് ഈ പ്രതികൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രതികളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകണം എന്നുള്ള ഒരു ആവശ്യം കൂടി അവർ കോടതിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ മുൻകൂർ ജാമ്യത്തിൽ സർക്കാരിന്റെ നിലപാടാണ് കോടതി തേടിയിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഹർജി നാളെ വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോയി, ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും ഈ ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. പ്രവിധ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. വൈകിട്ട് 6 മണി മുതൽ 11 വരെയുള്ള പീക്ക് ടൈമിൽ ഉപഭോഗം 5066 മെഗാവാട്ട് ആയിരുന്നു. തുടർച്ചയായ 3-ാം ദിവസവും മൊത്ത വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നു. വൈദ്യുതി പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം പുരോഗമിക്കുകയാണ്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഗിരീഷ്, ഈ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണല്ലോ. വേണ്ടത്ര വൈദ്യുതി ഇല്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് ഇടെയാണ് ഇത്തരത്തിൽ സർവകാല റെക്കോർഡായി വൈദ്യുതി ഉപഭോഗം ഉയരുന്നതും. എന്താണ് നിലവിലെ അവസ്ഥ? സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ബോർഡിന്റെ സാമ്പത്തികാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഉയർന്ന നിലയിൽ വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യാൻ നിലവിലുള്ള അവസ്ഥയിൽ കഴിയില്ല എന്ന വൈദ്യുതി മന്ത്രിയും അതോടൊപ്പം തന്നെ KSEB ചെയർമാൻ ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സമിതി ഇതിനായി രൂപീകരിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ നൽകാനുള്ള കുടിശ്ശിക അടിയന്തരമായി പിരിച്ചെടുത്ത് KSEBക്ക് നൽകുക എന്നുള്ളതാണ് ഈ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ഇതിലൂടെ മാത്രമേ സംസ്ഥാനത്തെ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ സമിതി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനുശേഷമാകും മറ്റു കാര്യങ്ങളിലേക്കൊക്കെയുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക. കാരണം സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണങ്ങൾ, അതോടൊപ്പം തന്നെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും ഇന്നത്തെ യോഗം തീരുമാനമെടുത്തിട്ടില്ല. ഇത് ചീഫ് സെക്രട്ടറിയുടെ സമിതി ഇക്കാര്യങ്ങൾ പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും സർക്കാർ ഇത്തരത്തിലേക്കോ നിലപാടിലേക്കൊക്കെ പോവുക. ഏതായാലും സർക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാനത്ത് ഏതായാലും വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. ഇതനുസരിച്ചുള്ള നടപടികൾ വൈദ്യുതി ബോർഡ് സ്വീകരിക്കണം. തുടർന്നാണ് വൈദ്യുതി ബോർഡ് തങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉന്നയിച്ചത്. തുടർന്നാണ് ചീഫ് സെക്രട്ടറി തല സമിതി ഇതിനായി നിയോഗിച്ചതും.
അതിനിടെ വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ടല്ലോ. ഈ വൈദ്യുതി ഉപഭോഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി ഇന്ന് യോഗം ചേർന്നിരിക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് കരുതാം അല്ലേ? പ്രവിത, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുഖ്യമന്ത്രി കുറച്ചു നാളുകൾക്ക് ശേഷമാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം എടുത്ത ചില സുപ്രധാനമായ തീരുമാനങ്ങളുണ്ട്. അത് രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിസഭ എടുത്ത തീരുമാനം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ത് എന്നുള്ളത് ചില രാഷ്ട്രീയ യോഗങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്നുണ്ടാകും. ഏത് തരത്തിലായിരിക്കും സുപ്രീം കോടതിയെ സമീപിക്കുന്നത്, ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില രാഷ്ട്രീയ സംഭവങ്ങളാണ്. ഇക്കാര്യത്തിൽ ചില കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്ന ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം രാഷ്ട്രീയമായ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെടുന്നു. ഇതിനെല്ലാമുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. പ്രവിത. ശരി, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത, തൃശൂർ മുരിങ്ങൂരിൽ നിന്നാണ് കലുങ്കിനടിയിൽ അസ്ഥികൂടം കണ്ടെത്തി. മൃതദേഹത്തിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് സൂചന. വസ്ത്രങ്ങളുടെ അവശിഷ്ടവും കണ്ടെത്തിയിട്ടുണ്ട്. പുരുഷന്റേതാണ് അസ്ഥികൂടം എന്നാണ് സൂചന. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ്? പ്രവിധ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ അസ്ഥികൂടം കണ്ടെത്തുന്നത്. മുരിങ്ങൂർ മേലൂർ പാലത്തുഴി പാലത്തിന് സമീപമാണ് ഇത്തരത്തിൽ ഈ കലുങ്കിനടിയിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. സമീപത്തെ ഈ പറമ്പ് വൃത്തിയാക്കുന്ന തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഉച്ചയോടുകൂടി ഈ അസ്ഥികൂടം അവിടെ കിടക്കുന്നതായി കണ്ടെത്തുന്നത്. പിന്നീട് ഇവർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ ഈ പ്രാഥമികമായ വിവരശേഖരണം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇതിന്റെ അസ്ഥികൂടത്തോട് ചേർന്ന് ഈ വസ്ത്രങ്ങൾ ഉൾപ്പെടെ, അതായത് കാലപ്പഴക്കം ചെന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള അസ്ഥികൂടമാണ് ഇതെന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. നിലവിൽ ഈ ഫോറൻസിക് സംഘം അടക്കം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഈ അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കഴിയുമെന്നും ആ സമയത്ത് കാണാതായ മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. പുരുഷന്റെ മൃതദേഹം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിച്ച ശേഷം ആ സമയത്ത് ഈ സ്റ്റേഷൻ പരിധിയിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ ഏതെങ്കിലും ആളുകളെ കാണാതെ ഉണ്ടോ എന്നത് പരിശോധിക്കും. അതിനുശേഷം അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവാഹമാണ് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അസ്ഥികൂടം അല്പസമയത്തിനകം ഇവിടെ നിന്ന് മാറ്റും. പ്രവിധ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങി കേരളം വിട്ട ഇതര സംസ്ഥാന തൊഴിലാളിയെ ബംഗാളിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. രഞ്ജൻ വിശ്വകർമ്മയെയാണ് ഡാർജിലിംഗിൽ നിന്ന് മലപ്പുറം താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതിക്ക് തിരൂർ കോടതി ജാമ്യം അനുവദിച്ചതോടെ കേരളം വിടുകയായിരുന്നു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, ഇയാൾ എപ്പോഴാണ് കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പോയത്? എത്ര നാളുകൊണ്ടാണ് പോലീസ് ഇയാളെ കണ്ടെത്തിയത്? പ്രവിധ, നിലവിൽ പശ്ചിമ ബംഗാളിൽ 10 ദിവസം താനൂർ പോലീസ് ക്യാമ്പ് ചെയ്താണ് ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് പശ്ചിമബംഗാൾ സ്വദേശിയായിരിക്കുന്ന രഞ്ജൻ വിശ്വകർമ്മയെ പോക്സോ കേസിൽ താനൂർ പോലീസ് പിടികൂടുന്നത്. തുടർന്ന് ഇയാൾക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. എന്നാൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഇയാൾ മാസങ്ങൾക്ക് മുന്നേ ജാമ്യമെടുത്ത് നാട്ടിലേക്ക് മുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതേ തുടർന്നാണ് പോലീസ് ഇയാളെ അന്വേഷിച്ച് പശ്ചിമബംഗാൾ എത്തുകയും തുടർന്ന് ഏറെ ദിവസം നീണ്ട അന്വേഷണത്തിനും നിരീക്ഷണത്തിനൊടുവിൽ 10 ദിവസത്തിന് ശേഷം ഇയാളെ പിടികൂടി നിലവിൽ താനൂരിലെത്തിച്ച് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കവിത. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 6 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 47-കാരൻ അറസ്റ്റിൽ. പുതുപ്പാടി സ്വദേശി ബാബുവിനെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ പ്രതിയുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് മൊഴി. അരുൺ പൂപ്പറമ്പ കോഴിക്കോട് നിന്ന് ചേരുന്നു. വിവരങ്ങൾ അരുൺ. ഇയാളുടെ വീട്ടിൽ, അതായത് പ്രതിയുടെ വീട്ടിലെത്തിച്ച് ഈ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നതാണ് പരാതി. പിന്നീട് ഈ കുട്ടി വീട്ടിലെത്തിയതിനു ശേഷം ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അങ്ങനെയാണ് വീട്ടുകാർ, ബന്ധുക്കൾ ഇക്കാര്യം ചോദിച്ചത്. അങ്ങനെയാണ് ഈ കുട്ടി ഈ പീഡന വിവരം ഉൾപ്പെടെ പുറത്തു പറഞ്ഞത്. തുടർന്ന് ബന്ധുക്കൾ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി. ഈ കുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ പുതുപ്പാടി സ്വദേശിയായിട്ടുള്ള ബാബുവിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. പോക്സോ കേസിൽ 47-കാരൻ അറസ്റ്റിലായിരിക്കുന്നു. വിവരങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ.
വാർത്തകളിലൂടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി 100 വാർത്തകളുടെ സമയം. 100 ന്യൂസുമായി ഗൂഗിൾ രവി എത്തും. നമസ്കാരം.